UDF പൊതു ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. UDFന്റെ മന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉദാഹരണത്തിന് കേരളത്തിലെ ആശുപത്രിയെ, സർക്കാർ ആശുപത്രികൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും. UDFന്റെ ഭരണകാലത്ത് ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. കാരണം അമേരിക്കയിലെ ഭീമന്മാരായിട്ടുള്ള ഏകദേശം 5 കമ്പനികളോളം, അതായത് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസോളം ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ബേബി മെമ്മോറിയലും അതേപോലെ കിംസ് അതേപോലെയുള്ള ആശുപത്രികളുടെ 80% ഷെയറുകളോളം അവരിപ്പോൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു 6 മാസക്കാലത്തോളം മെഡിക്കൽ കോളേജുകളെയും അതേപോലെ തന്നെ പൊതു ആരോഗ്യ മേഖലയും മോശമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി UDFും അതുപോലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ പോഷക സംഘടനകളും കൂടി നടത്തിയ സമര കോലാഹലങ്ങൾ ഇതിന് വ്യക്തമാണ്. കാരണം ഞാൻ ആ ഒരു ലിസ്റ്റ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന്, അതായത് ഇലക്ഷന്റെ സമയത്ത് ഫണ്ട് നൽകിയ കമ്പനീസിന്റെ പേരും എത്ര കോടി രൂപ വെച്ച് ഇവർ കൈപ്പറ്റി എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് കോൺഗ്രസിന് ഫണ്ട് നൽകിയ കമ്പനീസ് ഏതെന്നൊക്കെ നോക്കാം. ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽ 21 കോടി രൂപ, സിപ്ല ലിമിറ്റഡ് 17 കോടി രൂപ, നാറ്റോ ഫാർമസി അതായത് 12.5 കോടി രൂപ, ഡോക്ടർ റെഡ്ഡി 11 കോടി രൂപ, ഡിവീസ് 5 കോടി രൂപ. ഈ ഗണത്തിലാണ് കോൺഗ്രസിന് അവർ ഫണ്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പൊതു ആരോഗ്യം, അതായത് പൊതു ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു, അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് എന്നെ പോലെയും നിങ്ങളെ പോലെയുമുള്ള പൊതുജനങ്ങളുടെ തല എണ്ണിക്കൊണ്ട് ഇവിടെ നമ്മളെ വിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം നാളെ ഇവിടുത്തെ പൊതു ആരോഗ്യ മേഖല ഉണ്ടാകില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. കാരണം മോഡി സർക്കാർ ചെയ്യുന്നതും JD സർക്കാർ ചെയ്യുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നടക്കം വിറ്റുതുലയ്ക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന അമേരിക്കയിലെ, അതായത് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന്റെ പേര് വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് എന്ന് പറയുന്നത് ബ്ലാക്ക് സ്റ്റോൺ ആണ്. 80% ഷെയറുകളാണ് കിംസ് ഹോസ്പിറ്റലിന്റെയും അസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെയും ഷെയറുകൾ അവർ വാങ്ങിയത്. രണ്ടാമതായിട്ട് വരുന്നത് KKR&Co കമ്പനിയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, അതേപോലെ തന്നെ മിത്താര ഹോസ്പിറ്റൽ എന്നുള്ള ഹോസ്പിറ്റലുകളുടെ 80% ഷെയർ ഇവർ വാങ്ങിയിട്ടുണ്ട്. മൂന്നാമത് വരുന്നത് CX പാർട്ട്നേഴ്സ് ആണ്. അതായത് $50 മില്യൺ ഇവിടെ കേരളത്തിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രൈവറ്റൈസേഷൻ നടത്തുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യവും. അതിന് കുടപിടിക്കുന്ന UDFന്റെ തന്ത്രങ്ങളും അതേപോലെ തന്നെ UDFന്റെ ആളുകളും, അതായത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആ എതിർപ്പിൽ പങ്കാളിയാകാൻ ശ്രമിക്കുക. നമ്മുടെ പൊതു ആരോഗ്യ മേഖല പാവപ്പെട്ട ആളുകളുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.